അതപ്പോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് എന്താ പറയാ ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർക്ക് ടെൻസ് അറിയണം. ടെൻസ് അറിയാണ്ട് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. എന്നാലാണ് ഇപ്പൊ ആക്റ്റീവ് വോയിസ് എടുത്താലും അല്ലെങ്കിൽ എന്താ വോയിസിന്റെ ഇത് എടുത്താലും റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് എടുത്താലും അവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇന്ന് ടെൻസ് ആണ് എടുക്കാൻ പോണേ. അപ്പൊ അതിനു മുന്നേ എന്താ പറയാ, നമുക്ക് സിനോണിംസും ആന്റണിംസും അതേപോലെ ഫ്രേസസും ഇതേപോലെ ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ നോട്ട് സെൻഡ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാന്നുള്ളൂ. അതിൽ സിനോണിംസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ബെനൈൻ എന്ന് പറയും. BENIGN, ബെനൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സിനോണിം ആയിട്ട് വരുന്നത്, ഇതൊക്കെ മോസ്റ്റ്ലി നമ്മൾ എന്താ പറയാ PSC എക്സാംസിൽ കണ്ടുവരുന്നതും കൂടി നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. കൈൻഡ്ലി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് യൂസ് ചെയ്യുക. കൈൻഡ്ലി അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഫസ്റ്റ് വേർഡ്, ബെനൈൻ എന്ന് പറയും. കൈൻഡ്ലി അല്ലെങ്കിൽ ഫ്രണ്ട്ലി. ഇനി വേറൊരു വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപെർട്ടിനന്റ് എന്ന് പറയും. ഇംപെർട്ടിനന്റ്. ഇംപെർട്ടിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ റൂഡാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇംപൊളൈറ്റ്, ഒട്ടും പൊളൈറ്റ് അല്ലാതെ ഒരു കെയറിങ്ങോ ഒരു റെസ്പെക്റ്റോ ഒക്കെ ഇല്ലാതെ നമ്മൾ പറയുന്നതിനെയാണ് ഇംപെർട്ടിനന്റ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിസ്റെസ്പെക്ട്ഫുൾ. അല്ലെങ്കിൽ വേറൊരു വേർഡ് ഇംപ്യൂഡന്റ്. അത് ഇതേപോലെ PSC കണ്ടിട്ടുണ്ട്. IMPUDENT, ഇംപ്യൂഡന്റ്. സോ ഇംപ്യൂഡന്റ് അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി വേറെയാണ് മൂന്നാമത്തെ നമുക്ക് പറയാൻ പറ്റുന്ന സിനോണിം ആണ് വിൻഡിക്കേറ്റിന്റെ സിനോണിം നമുക്ക് പറയാം. വിൻഡിക്കേറ്റ്. വിൻഡിക്കേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ന്യായീകരിക്കുക അല്ലെങ്കിൽ നീതീകരിക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? വിൻഡിക്കേറ്റ്. അതായത് ജസ്റ്റിഫൈ എന്നുള്ള രൂപത്തില് നമുക്ക് വിൻഡിക്കേറ്റിനെ യൂസ് ചെയ്യാം. ജസ്റ്റിഫൈ. ചിലപ്പോൾ ജസ്റ്റിഫൈ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വിൻഡിക്കേറ്റ് തന്നിട്ട് നമ്മളോട് വേണമെങ്കിൽ സിമിലർ സെയിം മീനിങ് ഉള്ള വേർഡ് ഇതേപോലെ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ നമുക്കിത് ജസ്റ്റിഫൈ എന്നുള്ളത് കണ്ടിട്ടുണ്ട് ഒരുപാട്. അതേപോലെ ഓവർജോയിഡും ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഓവർജോയിഡിനെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ജൂബിലന്റ് എന്ന് പറയാം. ജൂബിലന്റ്. ഓക്കെ, ഓവർജോയിഡ്, ജൂബിലന്റ്. ഇനി വേറൊരെണ്ണാണ് ഷിവൽറി. CHIVALRY, ഷിവൽറി. ഷിവൽറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ജെന്റിൽ ഹാർട്ടഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ധീരമായിട്ടുള്ള, ധീരതയെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഫെയർനെസ് ആയിട്ട്, ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫെയർ ആയിട്ടെല്ലാം ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഷിവൽറിനെ യൂസ് ചെയ്യാം. അപ്പം ഗാലൻട്രി അല്ലെങ്കിൽ ഹീറോയിക് എന്നുള്ള രീതിയിൽ നമുക്ക് ഷിവൽറി പറയാം. ഇനി അടുത്തത് വേറെ വരുന്നതാണ് ആന്റണിംസ്. ഞാൻ ഈ സിനോണിംസ് ജസ്റ്റ് ഇങ്ങനെ വായിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് മീനിങ് പറഞ്ഞിട്ട് വേഗം പോവാ, കാരണം നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഈ ടോപ്പിക് അങ്ങനെ എടുത്തു പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഈ വേർഡ്സ് എന്തായാലും ഞാൻ നോട്ട് സെൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ കാര്യമോ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് ആന്റണിംസ് ആണ്, ഓപ്പോസിറ്റ്സ്. അതില് ഫസ്റ്റ് വണ്ണാണ് പോവർട്ടി. പോവർട്ടി അറിയാലോ, ദാരിദ്ര്യം, അതാണ് പോവർട്ടി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് അഫ്ലുവൻസ്. അഫ്ലുവൻസ് എന്ന് പറയാം. അടുത്തത് ഡിമോളിഷ്. ഡിമോളിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ തകർക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യാം. അപ്പൊ അതിനെ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ, നിർമ്മിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ്, ഓപ്പോസിറ്റ് ആണ് ഇറക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇറക്റ്റ്. ഇനി അടുത്തത് ഡിസെമിനേറ്റ്. ഡിസെമിനേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രചരിപ്പിക്കുക, എന്തെങ്കിലും കാര്യം പ്രകടിപ്പിക്കുക, പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ പരത്തുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിനെ ഈ പ്രചരിപ്പിക്കുക ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അതിനെ പിടിച്ചു വെക്കുകയാണ്. അപ്പൊ അതിന് നമുക്ക് വിത്ത് ഹോൾഡ് എന്ന് പറയാം. വിത്ത് ഹോൾഡ്. ഇനി വേറെയാണ് കമ്പൽസറി. കമ്പൽസറി ആണ്, അതൊരു സിമ്പിൾ വേർഡാണ് കമ്പൽസറി. അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് വോളണ്ടറി. വോളണ്ടറി എന്ന് വെച്ചാൽ അറിയാലോ, സെൽഫായിട്ട് റെഡി ആയിട്ടുള്ള രീതിയിലാണ് വോളണ്ടറി. ഇനി അടുത്തത് അബേറ്റ് എന്ന് പറയും. അബേറ്റ്, ABAT, അബേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശമിപ്പിക്കുക, എന്തെങ്കിലും കുറയ്ക്കുക, ശമിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതിന്റെ ഇത് ഉഗ്രാവുക അല്ലെങ്കിൽ കൂടുക, വഷളാവുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനെ അഗ്രവേറ്റ് എന്ന് നമുക്ക് പറയാം. അഗ്രവേറ്റ്. ഇതാണ് നമ്മുടെ സിനോണിംസും ആന്റണിംസും. ഇനി ഫ്രേസൽ വേർബ്സ് ഉള്ളത്
പറയാം ത്രോ അപ്പ്. ത്രോ അപ്പ് ആണ് ഫസ്റ്റ് ഫ്രേസൽ വെർബ്. അപ്പൊ അതിന് നമുക്ക് പറയുന്ന മീനിങ് റിസൈൻ. നമ്മൾ ജോലിയൊക്കെ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ റിസൈൻ എന്നുള്ളതിന് നമുക്ക് ത്രോ അപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ത്രൂ അപ്പ് ദ ജോബ് ആൻഡ് വെന്റ് ഹോം. ജോലി ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ. അപ്പൊ ത്രോ അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസൈൻ എന്നാണ് മീനിങ് വരിക. ഇനി അടുത്തതാണ് ടേൺ ഡൗൺ. ടേൺ ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ റിജക്ട് ചെയ്യുക. റിജക്ട് ചെയ്യുക എന്നാണ് ടേൺ ഡൗണിനെ പറയാം. അതായത് ഹിസ് റിക്വസ്റ്റ് വാസ് ടേൺ ഡൗൺ ബൈ ദ മിനിസ്റ്റർ. ഓക്കെ, ഒരു റിക്വസ്റ്റ് അയച്ചത് എന്താണ്, റിജക്റ്റഡ് ആയി എന്നാണ്, റിജക്ട് ആയി എന്നാണ് പറയുക. ഇപ്പൊ ടേൺ ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിജക്ട്. ഇനി അടുത്തത് ടേൺ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ടേൺ ഓഫ് ഓർ ഡബിൾ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക. ഫയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാന്ന് പറയില്ല, അണയ്ക്കുക എന്നുള്ള രീതിയിൽ പറയും. അപ്പം ഹി ടേൺഡ് ദ ലാമ്പ് ഔട്ട്. ഓക്കെ, ഹി ടേൺഡ് ദ ലാമ്പ് ഔട്ട് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതാണ് ടേൺ ഓവർ എന്ന് പറയാം. ടേൺ ഓവർ. ടേൺ ഓവർ ചെയ്യാന്ന് വെച്ചാൽ പാസ് ഓൺ. പാസ് ഓൺ എന്നുള്ള രീതിയിലാണ്. അതായത് ഐ ടേൺഡ് ദ ബിസിനസ് ഓവർ ടു മൈ ബ്രദർ. അതായത് എന്റെ ബിസിനസ് ഞാൻ എന്റെ ബ്രദറിന് ബ്രദറിന് കൈമാറി അല്ലെങ്കിൽ കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് പാസ് ഓൺ എന്ന് പറയാം. ഇനി അടുത്തത് ഒരു സെക്കൻഡ്. ഓക്കെ, ടേൺ അപ്പ്. ലാസ്റ്റ് വൺ ആണ് ടേൺ അപ്പ്. ടേൺ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ കം എന്നുള്ള അർത്ഥത്തില്. അതായത് നമുക്ക് അവനെ കാണാൻ ഇടയായി എന്നൊക്കെ, കണ്ടു അല്ലെങ്കിൽ കാണാൻ ഇടയായി എന്നൊക്കെ പറയില്ല. അപ്പം ദ ലോസ്റ്റ് ബോയ് ടേൺഡ് അപ്പ് ഇൻ ദ ഈവനിങ്. ഓക്കെ, ദ ലോസ്റ്റ് ബോയ് ടേൺഡ് അപ്പ് ഇൻ ദ ഈവനിങ്. ഇതാണ് കുറച്ച് ഒരു 5 ഫ്രേസൽ വെർബ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് ടെൻസസ്. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ നമ്മുടെ ഇൻബോക്സ് നോക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ ജസ്റ്റ് ഫോണാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻബോക്സിലേക്ക് നോക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ലാസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ക്ലാസ് കഴിയുമ്പോൾ ജസ്റ്റ് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ടെൻസ്. അപ്പൊ ടെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ ടെൻസ് എന്താ സൂചിപ്പിക്കുന്നതെന്ന്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, അതായത് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്താലും അതിനെ സൂചിപ്പിക്കാനായിട്ട് എന്ത് വേണം, അത് എപ്പ ചെയ്തു എന്ന് അറിയാനായിട്ട് നമുക്ക് ടെൻസ് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ ടൈം എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടെൻസ് യൂസ് ചെയ്യുക. അതിൽ തന്നെ നമുക്ക് 3 തരാണുള്ളത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു പോയതും പിന്നെ വരാനിരിക്കുന്നതും, അല്ലെ? അപ്പൊ പാസ്റ്റ് ടെൻസ്, പ്രസന്റ്, പിന്നെ ഫ്യൂച്ചർ. ഇതാണ് 3 മെയിൻ ആയിട്ടുള്ള ടെൻസസ് വരിക. ഇനി നമ്മൾ ഫസ്റ്റ് ഇപ്പൊ പ്രസന്റ് ടെൻസ് എടുത്താലും ഇനി പാസ്റ്റ് ടെൻസ് എടുത്താലും ഫ്യൂച്ചർ എടുത്താലും അതിലെല്ലാം തന്നെ ഒരു 4 ഡിവിഷൻ, സബ് ഡിവിഷൻ പോലെ മെയിൻ ആയിട്ട് ഇതേപോലെ തന്നെ സബ് ഡിവിഷൻ ആയിട്ട് വരുന്നുണ്ട്. അതില് പാസ്റ്റ് ടെൻസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരിക. സിമ്പിൾ ആണ് ടെൻസുകൾ വരിക. സിമ്പിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ഫോംസ് ആയിരിക്കും വരിക. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അങ്ങനെ. അടുത്തത് വരിക പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫോംസ് ആണ്. പാസ്റ്റിന്റെ ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വരും. അടുത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോംസ് ആണ്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്,
ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അങ്ങനെ പോകും. അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ വെച്ചിട്ടാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന് ഇത് നമുക്ക് ഓൾമോസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ടെൻസ് ആണ് കേട്ടോ. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ഇറ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. പക്ഷെ നമ്മൾ അതിൽ എന്താ പറയാ, ഓൾമോസ്റ്റ് കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് ഇതിനെ മിക്സപ്പ് ആക്കിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെ മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ്, നമ്മൾ നമ്മുടെ ലൈഫിൽ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങാതെ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണും. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെയുള്ള ഹാബിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്ഥിരമായി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ചെയ്തിട്ട് പിന്നെ കുറെ നാൾ ചെയ്യാണ്ടിരുന്നത് പിന്നെ വല്ലപ്പോഴും ചെയ്തു, അങ്ങനെയല്ല. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ റെഗുലർലി അല്ലെങ്കിൽ എവറി ഡേ അല്ലെങ്കിൽ ഓഫൺ എന്ന് പറയാം, അല്ലെങ്കിൽ യൂഷ്വലി എന്നൊക്കെ നമ്മൾ മോസ്റ്റ്ലി ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അതായത് ഫ്രീക്വന്റ്ലി, അതേപോലെ ഓൾവേസ്, ജനറലി, പിന്നെ അതേപോലെ ഒക്കേഷണലി, ഫ്രീക്വന്റ്ലി, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് അത് ഇടയ്ക്ക് അത് റിപ്പീറ്റ് ചെയ്യുന്നത് കാണിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയുമ്പോഴാണ് യൂസ് ചെയ്യുക. അതിന്റെ സ്ട്രക്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റിന് ശേഷം V1 ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാൻ. അതിനുശേഷമാണ് നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അങ്ങനെയാണ് സെന്റൻസ് വരിക. അപ്പൊ അതില് ഫസ്റ്റ് സബ്ജക്റ്റ് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. അതായത് ബേസ് ഫോം ഓഫ് ദ വെർബ്. V1, V2, V3 ഇങ്ങനെ 3 ടൈപ്പിലാണ് നമുക്ക് വെർബ് വരിക. അതിൽ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇങ്ങനെയാണ് 3 ഇത് വരിക. അതിൽ ആ ഫസ്റ്റത്തെ V1 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റും സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇപ്പൊ ന്യൂലി ജോയിൻ ചെയ്തവർക്ക് എനിക്ക് അറിയില്ല, അത് എടുത്തിട്ട് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, എന്നാലും നമുക്കത് എന്തായാലും ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പൊ ശരിക്കൊരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ടെൻസിൽ നമ്മൾ ആ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് സബ്ജക്റ്റും വെർബും എപ്പോഴും ഒരുമിച്ച് പോകുന്ന ആളുകളാണ്. അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ എല്ലാ വെർബ്സ്, ഇപ്പൊ നമ്മൾ എടുക്കുന്ന വെർബ് ഇപ്പൊ ജംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡ്രിങ്ക് അല്ലെങ്കിൽ ഈറ്റ് അല്ലെങ്കിൽ സിങ്, ഡാൻസ്, ഇതെല്ലാം തന്നെ എന്താണ്, പ്ലൂറൽ ആണ്, ശരിക്കും പ്ലൂറൽ ഇൻ ഫോം ആണ്. അപ്പൊ നമ്മൾ സബ്ജക്റ്റിന് കൺസിഡർ ചെയ്യുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതേ വെർബ് തന്നെ അങ്ങനെ തന്നെ നമ്മൾ അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ദേ ഡാൻസ് ഓർ ദേ പ്ലേ ഫുട്ബോൾ, അങ്ങനെ നമ്മൾ ആ വെർബ് ആസ് ഇറ്റ് ഈസ് നമുക്ക് അവിടെ എഴുതാം. പക്ഷെ സബ്ജക്ട് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെർബിനെ സിംഗുലർ ആക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ കാണാം എസ് അല്ലെങ്കിൽ ES, IES എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്യുന്ന കാണാം. ക്രൈസ്, CRY എന്നുള്ളതിനെ നമ്മൾ ഷീ ക്രൈസ് എന്നൊക്കെ എഴുതുകയാണെങ്കിൽ CRIES എന്നാവും അത്. അപ്പൊ അങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം നമ്മൾ ഈ സെന്റൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സെന്റൻസ് ഫ്രെയിം ചെയ്യും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ എടുക്കാം. ഇതിപ്പോ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം സബ്ജക്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യേണ്ടത്. അത് ഹാബിറ്റ്സിനെയോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസിനെയോ കാണിക്കാനാണ് ഫസ്റ്റ് യൂസ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഷീ ഡ്രിങ്ക്സ് മിൽക്ക് എവറി ഡേ. അതായത് അത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് മിൽക്ക്, പാല് കുടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നു. അപ്പം സബ്ജക്ട് ആദ്യം ഷീ എഴുതി, അതിനുശേഷം ഡ്രിങ്ക് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് എസ് ആഡ് ചെയ്ത് അതിനെ സിംഗുലർ ആക്കുന്നു. അപ്പൊ ഷീ ഡ്രിങ്ക്സ്, ദെൻ ഒബ്ജക്ട് മിൽക്ക് എഴുതി, ദെൻ എവറി ഡേ, ആ ടൈമിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എവറി ഡേ ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില യൂണിവേഴ്സൽ ട്രൂത്ത്സ് കാണും. അതായത് അതങ്ങനെയാണ്, നമുക്കതിനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ സൂര്യൻ കിഴക്ക് ഉദിക്കുക എന്ന് പറയണതും പടിഞ്ഞാറ് അസ്തമിക്കുക എന്ന് പറയണതും എന്താണ്, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നമുക്ക് അതിനെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിട്ട് നാളെ കിഴക്ക് ഉദിക്കും, അങ്ങനെയല്ലല്ലോ. അതൊന്നും മാറാതെ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ജനറൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ
നമ്മൾ പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. അതില് ഒരു എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. അറിയാലോ, ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട്. അപ്പൊ അതെന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് ആണ്, ഒരു സത്യമാണ് അല്ലെ, അത് മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് വേണം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ. അപ്പൊ സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം, എർത്ത് കഴിഞ്ഞതിന് ശേഷം വെർബ് നമ്മൾ സിംഗുലർ ആക്കി റിവോൾവ്സ് ആക്കി. ഓക്കെ. ഇനി അടുത്ത യൂസ് എന്ന് പറഞ്ഞ തേർഡ് യൂസ് ആണ് സയന്റിഫിക് ട്രൂത്ത് പറയാനായിട്ട്. അതായത് ചില ഫാക്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ, അത് നമ്മൾ ഓൾറെഡി ടെസ്റ്റഡ് ആയിരിക്കും, പ്രൂവൺ ആയിരിക്കും, അതിലൊന്നും ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല. സയന്റിഫിക് ഫാക്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും എന്താണ്, നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ മതി. ലൈക്ക് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ മാറ്റം വരുത്താത്തത് കൊണ്ട് നമുക്ക് അതിന് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും. ഇനി റിപ്പീറ്റഡ് എന്നല്ല നമ്മൾ പറയാ, കുറെ, അതായത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും, ഒരു ചേഞ്ചും ഇല്ലാതെ പോകുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ ഫാദർ വർക്ക്സ് ഇൻ ദ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ അച്ഛന്റെ ജോലിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, അപ്പൊ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വർഷങ്ങളായിട്ട് ഇപ്പൊ സർവീസിൽ കയറി ആ അതേ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ അതേ സർവീസിൽ അതേ ഒരു ജോബില് ആ ഒരു പൊസിഷനിൽ എന്താ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതൊരു ലോങ് ടൈം ആയിട്ട് സെയിം ആണ് അല്ലെ, അതിനൊരു മാറ്റമില്ലാതെ തുടരുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആ കാര്യം എക്സ്പ്രസ് ചെയ്യാവുന്നേ ഉള്ളൂ. ലൈക്ക് മൈ കസിൻ ലിവ്സ് ഇൻ ന്യൂയോർക്ക്. അതായത് ചിലപ്പം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് പോലെ അവിടെ ആയിരിക്കും ജനിച്ചത്, അവിടെയാണ് വളർന്നത്, അതേപോലെ അതിന് ചേഞ്ചസ് ഒന്നും ഇല്ലാതെ അവിടെ തന്നെയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഒരു യൂസ് വരുന്നത്, പിന്നെ ഒരു യൂസ് വരണത് നമ്മൾ കമന്ററീസ് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, അത് അപ്പപ്പോ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ പറയുമ്പോൾ നമ്മൾ എന്താ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. വേറെ ടെൻസുകളും വരും, ഇല്ല എന്നല്ല. പക്ഷെ കമന്ററീസിലും ലൈവ് ബ്രോഡ്കാസ്റ്റ് എടുക്കുകയാണെങ്കിലും ഇപ്പൊ സ്പോർട്സിന്റെ എന്തെങ്കിലും ഇവന്റ്സ് എടുത്താൽ തന്നെ നമുക്ക് എന്താണ്, നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ പ്രസന്റ് ടെൻസിലാണ്. അതേപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസിലും നമ്മളത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇനി വേറൊരു ഇപ്പൊ PSC ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പൊ നാളെ എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് എന്ത് യൂസ് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ വില്ലോ അല്ലെങ്കിൽ ഷാലൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ എന്തെങ്കിലും അങ്ങനെ എഴുതാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു നമ്മൾ ഓൾറെഡി എന്താ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങള് നമ്മൾ എന്താ ഭാവിയിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ പ്രീ പ്ലാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ചില കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ സെന്റൻസിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കറിയാലോ ഓപ്ഷൻസ് കാണും. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അറൈവ്സ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ അറൈവ് പറഞ്ഞിട്ടുണ്ട്, അറൈവ്ഡ്, ഹാഡ് അറൈവ്ഡ്, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ടുമോറോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം വില്ലൊന്നും തന്നിട്ടില്ല, അപ്പൊ ഓൾറെഡി അങ്ങനെ ഒരു ആൻസർ ഒന്നും വരില്ല. പിന്നെ ഉള്ളത് എന്താണ്, നമുക്ക് ചാൻസ് ഉള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആകെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ പറഞ്ഞ പോലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അറൈവ്സ് എന്ന് എഴുതാവുന്നതാണ്. ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമോറോ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം, അതിൽ തെറ്റില്ല. ഓക്കെ. അപ്പൊ അതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താ പ്രസന്റ് ടെൻസിന്റെ, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസസ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ്, V1 ഫോം ഓഫ് ദ വെർബാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ എടുക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ്. ഈ പ്രസന്റ് കണ്ടിന്യൂസിന് നമുക്ക് വേറൊരു പേരിട്ട് കൂടി വിളിക്കാം, പ്രസന്റ് പ്രോഗ്രസീവ്. അതായത് കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താ, അതിങ്ങനെ ഓൺഗോയിങ് ആണ്, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഓൺഗോയിങ് ആയതുകൊണ്ട് നമുക്ക് അതിനെ പ്രോഗ്രസീവ് എന്നുള്ള രീതിയിൽ പറയാം.
അപ്പൊ പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നും പറയാം. അപ്പൊ ഇതില് ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാന്നുള്ളത് അല്ലെ. കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥം അല്ലെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഓൺ ഗോയിങ് ആണ്. അപ്പോ അത് തന്നെയാണ് ഇതിന്റെ എന്താ ഫസ്റ്റ് ഡെഫിനിഷൻ. നമുക്ക് at first itself we can say that എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ആക്ഷൻസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്ന ആ ടൈമിൽ അറ്റ് പ്രസന്റ് എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ആയിട്ട് വരിക ആസ് യൂഷ്വൽ സബ്ജക്റ്റ് വരും, അതിനുശേഷം നമ്മൾ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ആഡ് ചെയ്യണം, അതിനുശേഷം ING ഫോം ഓഫ് ദ വെർബ്. ഈ ING എപ്പോഴും നമ്മൾ ആ കണ്ടിന്യൂവേഷനെ കാണിക്കാനാണ് യൂസ് ചെയ്യുക, ING. അപ്പം സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം ആം ആണോ ഈസ് ആണോ ആർ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കാം. അപ്പൊ സബ്ജക്ട് ഐ ആണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ ഫ്രണ്ട്. ഇപ്പൊ ഷീ ആണെങ്കിൽ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട്. ഇപ്പൊ ദേ ആണെങ്കിൽ ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു their friends. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഫ്രണ്ട് അങ്ങനെ. അപ്പൊ അവരുടെ ആ ഒരു സബ്ജക്റ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആം ഈസ് ആർ യൂസ് ചെയ്യുക, അതിനുശേഷം മെയിൻ വെർബ് യൂസ് ചെയ്യുക, അതിന്റെ കൂടെ ING ആഡ് ചെയ്യുക. ഇപ്പൊ ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ, ഇപ്പൊ ജസ്റ്റ് ഞാൻ പറയണം ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആള് മനസ്സിലാക്കുക ഇപ്പോ ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ആക്ഷൻ അല്ലെങ്കിൽ ആ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. ഇനി മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ അറ്റ് ദിസ് മൊമെന്റ്, ഓക്കെ, നൗ മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ, ഔട്ട്സൈഡ് എന്റെ ഫ്രണ്ട്സ് പുറത്ത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ്. സോ മൈ ഫ്രണ്ട്സ് ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് പ്ലൂറൽ ആയിട്ടുള്ള ആർ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ വെയിറ്റ് എന്നുള്ളത് വെർബാണ്, കൂടെ ING ആഡ് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഇപ്പൊ നമ്മൾ ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞല്ലോ. ഇനി സെയിം കേസിൽ ചില സമയങ്ങളിൽ നമ്മളത് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ വായിക്കുന്നുണ്ട്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും എന്താ ഇപ്പോ അറ്റ് പ്രസന്റ് വായിക്കുന്നില്ല. പക്ഷെ നമുക്ക് റീഡിങ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ബുക്ക് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ചിലവർ പറയാണ് ഐ ആം റീഡിങ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്, അല്ലെങ്കിൽ ഐ ആം റീഡിങ് തിങ് ലൈക്ക് എ മങ്ക്, അങ്ങനെ ഓരോ ഒരു ഇതിന്റെ പേര് പറയാണ്. അതിനർത്ഥം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വ്യക്തി അത് വായിക്കാനല്ല. അതിനർത്ഥം എന്താ, ആ ഒരു ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അറ്റ് പ്രസന്റ് ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് റീഡിങ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി ഞാൻ ജസ്റ്റ് തൊട്ട് മുമ്പ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ജസ്റ്റ് ഒരു ഫ്യൂച്ചറിന്റെ കാര്യം കാണിക്കാൻ, ടുമോറോ ജസ്റ്റ് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കാൻ ഓൾമോസ്റ്റ് നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഐ എം ഗോയിങ് ടു മീറ്റ് ദ പ്രിൻസിപ്പൽ ടുഡേ എന്ന് പറയാണ്. അതായത് ഇപ്പൊ ഞാൻ പറയാണ് ഓക്കെ ദിസ് ഈവനിങ്, ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ ഇന്ന് പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അല്ല ഐ വിൽ മീറ്റ് ദ പ്രിൻസിപ്പൽ ടുഡേ ഈവനിങ് എന്നൊന്നുമല്ല, ഐ ആം ഗോയിങ് ടു മീറ്റ് എന്നാ പറയാ. ഐ ആം ഗോയിങ് ടു മീറ്റ്, അത് ഞാൻ യൂസ് ചെയ്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതൊരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആയതുകൊണ്ടാണ്. അതായത് ഞാൻ ഇപ്പൊ കാണാൻ പോകുന്നുണ്ട്, അത് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, അപ്പൊ ഞാനത് ഫോളോ ചെയ്യാൻ പോവാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കാനായിട്ട് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഇപ്പം വി ആർ ഓർഗനൈസിങ് എ ഫൺ ഫെസ്റ്റ് നെക്സ്റ്റ് സാറ്റർഡേ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്, ഓൾറെഡി പ്ലാൻഡ് ആണ് അല്ലെ, ഒരു ഫൺ ഫെസ്റ്റ് ഓൾറെഡി ഓർഗനൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, അത് നെക്സ്റ്റ് സാറ്റർഡേയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് പറയാണ് എന്താ എന്തൊക്കെയുണ്ട്, ഇപ്പൊ നമ്മളൊരു റെസിഡൻസിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കുറച്ചൊരു ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്യണം. അപ്പൊ ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി വിൽ ഓർഗനൈസ് എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും നമ്മൾ അങ്ങനെ പറയാനൊരു ടെൻഡൻസി ഉണ്ട്, ഫ്യൂച്ചറിലേക്ക് അങ്ങ് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല, ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വി ആർ ഓർഗനൈസിങ് എന്താ ഫൺ ഫെസ്റ്റ് നെക്സ്റ്റ് സാറ്റർഡേ, ഞങ്ങളൊരു ഫൺ ഫെസ്റ്റ് നെക്സ്റ്റ് സാറ്റർഡേ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് അങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. അപ്പോ
ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ സബ്ജക്റ്റിന് ശേഷം ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ യൂസ് ചെയ്യാം. അതിനുശേഷം ING ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പോ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറെ ടെൻസസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഇപ്പം പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും, അങ്ങനത്തെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരെയൊക്കെ വരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള കീവേഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെൻസുകൾ കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒരുമിച്ച് അതിന്റെ സ്ട്രക്ചർ എഴുതി വെക്കാം. അങ്ങനെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാനും ഓർത്തെടുക്കാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എല്ലാം വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ നിന്നാൽ ഏതിന്റെ സ്ട്രക്ചർ ആണെന്നുള്ളത് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ടെൻസ് ഫോം പ്രസന്റിൽ വരുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പം ഇതില് നമ്മൾ വരുന്നത് ഒരു ആക്ഷൻ ഓൾറെഡി കഴിഞ്ഞു എന്ന് വിചാരിക്കാം, അതായത് ഓൾറെഡി നടന്നു. അപ്പൊ നടന്ന ആക്ഷൻ പക്ഷെ അത് അവിടെ കൊണ്ട് തീരുന്നില്ല, അതിന്റെ എന്തെങ്കിലും ഒരു കണക്ഷൻ, ഒരു ഇഫക്റ്റ് നമുക്ക് ഇപ്പൊ പ്രസന്റിൽ ഉണ്ടെന്ന് ആലോചിക്കുക. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ എന്തോ ഒന്ന് ഇപ്പോഴും ഈ പ്രസന്റിൽ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? മെയിൻലി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സെന്റൻസുകൾ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ് ഉണ്ട്. അതായത് നൗ, ടുഡേ, പിന്നെ അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ സെന്റൻസുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക ഈ പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും കേട്ടോ. അത് ജസ്റ്റ് പറയാൻ വിട്ടുപോയതാ. പിന്നെ അടുത്തതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ്. അപ്പം ആസ് ഐ സെഡ്, ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്, പക്ഷെ ആ ആക്ഷന്റെ ഒരു ഇഫക്റ്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് പ്രസന്റിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇപ്പം അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. അത് സബ്ജക്റ്റിന് അനുസരിച്ചിട്ടാണ്. സബ്ജക്ട് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം, സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. അതിനുശേഷം V3 ഫോം ഓഫ് ദ വെർബ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരിക. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ്, V3 ഫോം ആണ്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മള് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു കീ ലോസ്റ്റ് ആയി, അതായത് ഇപ്പൊ ഒരു നിങ്ങൾക്കൊരു അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട് ഓഫീസ് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ നിങ്ങൾ കാർ കീയോ അല്ലെങ്കിൽ സ്കൂട്ടറിന്റെ കീയോ എന്താണെങ്കിലും അല്ലെങ്കിൽ വീടിന്റെ ചവി എന്താണെങ്കിലും അത് നിങ്ങൾ ലോസ്റ്റ് ചെയ്തു, അതായത് നിങ്ങളുടെ കയ്യിൽ കളഞ്ഞു പോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് സെർച്ച് ചെയ്ത് കുറച്ച് സമയം പോയി, അങ്ങനെ ഓഫീസിൽ എത്താൻ ലേറ്റ് ആയി. അപ്പൊ എന്താണ്, ഈ കീ പോയ കാര്യം ഓൾറെഡി കഴിഞ്ഞ കാര്യം അല്ലെ, അത് ലോസ്റ്റ് ആയി. പക്ഷെ അതിന്റെ ഒരു ഇഫക്റ്റ് ഇവിടെ വരുന്നുണ്ട്, ഈ പ്രസന്റിൽ വരുന്നുണ്ട് ഇല്ലേ? സോ എന്താ നമുക്ക് പറയാം, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഐ ലോസ്റ്റ് മൈ കീ ആൻഡ് ഐ ഹാവ് സെർച്ച്ഡ് ഫോർ ഇറ്റ് ബട്ട് ഐ കുഡിന്റ് ഫൈൻഡ് ഇറ്റ് എന്നുള്ള രീതിയിൽ പറയാം. സോ ഐ ഹാവ് സെർച്ച്ഡ് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ, ഐ ഹാവ് സെർച്ച്ഡ് ഫോർ ഇറ്റ് ബട്ട് ഐ കുഡിന്റ് ഫൈൻഡ് ഇറ്റ്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമുക്ക് ഇപ്പോഴും ഈ പ്രസന്റിലും ആ ഒരു കഴിഞ്ഞ ആക്ഷന്റെ ഒരു ഇഫക്റ്റ് ഇവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു കണക്ഷൻ വരുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആ പ്രസന്റ് പറഞ്ഞ സെന്റൻസ് സബ്ജക്റ്റിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്ത് V3 ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇനി അതാണ് മെയിൻ ആയിട്ട് വരിക. പിന്നെ അഡീഷണലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരുന്ന അതാണ് നമ്മൾ പറയാം. പിന്നെ ഒരു മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ചില ആക്ഷൻസ് ഉണ്ടാവും, അത് ജസ്റ്റ്, അതായത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാൻ തൊട്ടു മുമ്പ് ആ ആക്ഷൻ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഇപ്പൊ കഴിഞ്ഞുള്ളൂ എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ആ സെന്റൻസ് പറയുമ്പോൾ അതിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യും? ജസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ലൈക്ക് ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഓക്കെ, നമ്മളൊരാളെ അന്വേഷിച്ചൊരു സ്ഥലത്ത് എത്തുന്നു, പക്ഷെ ആ വ്യക്തി എന്താ, നിങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താ ജസ്റ്റ് ഒന്ന് പോയി എന്ന് പറയില്ലേ നമ്മള്? അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട് എന്ന് പറയാം. ഹാസ്, ഷീ ആണ് സബ്ജക്ട്, അതുകൊണ്ട് സിംഗുലർ ആയിട്ടുള്ള ഹാസ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അത് ഇപ്പൊ നടന്നതാണെന്ന് കാണിക്കാനായിട്ട് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് V3 ഫോം ഓഫ് ദ വെർബ് ആയിട്ടുള്ള ഗോൺ യൂസ് ചെയ്തു. ഓക്കെ,
അതേപോലെ ഐ ഹാവ് ജസ്റ്റ് കം ഹോം. ഓക്കെ, ഐ ഹാവ് ജസ്റ്റ് ജോയിൻ ദ ക്ലാസ് എന്നൊക്കെ പറയുമ്പം ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തുള്ളൂ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഐ ഹാവ് ജസ്റ്റ് കം ഹോം, ഞാൻ ഇപ്പൊ വീട്ടിലെത്തിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാവുന്നതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. പിന്നെ ഒരു യൂസേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസസ് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്രാൻസിൽ പോയിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാണ് എങ്ങനെയാണ് അതൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ്. അത് ബിയുടെ നമ്മൾ ബി ഫോംസ് പറയുമല്ലോ, ബി, ആം, ഈസ്, ആർ, വാസ്, വർ, ബീൻ, ബീയിങ്. ഓക്കെ, അതിൽ ബീൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അതുകൊണ്ട് ഹാവ് കഴിഞ്ഞിട്ട് ബീൻ പറഞ്ഞിരിക്കുന്നത്. സോ ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ്, ഞാൻ ഫ്രാൻസിൽ പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തില്. പിന്നെ ജോൺ ഹാസ് സ്റ്റഡീഡ് 2 ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ, അതായത് 2 ഫോറിൻ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പാസ്റ്റ് പഠിച്ച ലാംഗ്വേജും ഇപ്പോൾ ഉള്ള സിറ്റുവേഷനായിട്ട് കണക്ഷൻ ഒന്നും വരുന്നില്ല, പക്ഷെ അവിടെ എന്നിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതിന്റെ കാരണം അതൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലേക്ക് എടുത്ത് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ എടുത്തു പറയുന്ന കേസുകളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി വേറൊരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ സിൻസും ഫോറൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ഈ സിൻസും ഫോറും യൂസ് ചെയ്യുക, സെന്റൻസുകളിൽ യൂസ് ചെയ്യുക, മിക്കവാറും കാണുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് കാണുക, ആ ഒരു കണ്ടിന്യൂവേഷനെ കാണിക്കുന്ന അടുത്താണ് കാണുക. പക്ഷെ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും എന്ത് യൂസ് ചെയ്യാം? ഫോറും സിൻസും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എനിക്ക് അവനെ 5 വർഷമായിട്ട് നല്ല പരിചയമുണ്ട്, 5 വർഷമായിട്ട് അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന വ്യക്തിയാണ് അല്ലെ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഹാവ് നോൺ എന്നുള്ള രീതിയിലാണ്. ഐ ഹാവ് നോൺ ഹിം സിൻസ് ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ സിൻസ് മൈ ചൈൽഡ്ഹുഡ്, എന്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് അവനെ അറിയാം. അപ്പൊ സിൻസിന്റെ യൂസ് അറിയാലോ അല്ലെ. സിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന വർഷം മുതൽ, അല്ലെങ്കിൽ ഇന്ന മന്ത് മുതൽ, അല്ലെങ്കിൽ ഇത്ര സമയം മുതൽ എന്ന് കാണിക്കുമ്പോഴാണ് സിൻസ് പറയാം. ഇനി ഇത്ര സമയം എന്നുള്ള രീതിയിൽ ഇപ്പൊ 2 അവർ, 1 അവർ, 1 വീക്ക്, അല്ലെങ്കിൽ 1 ഇയർ, 5 ഇയർ, അങ്ങനെ പെർട്ടിക്കുലർലി ഇയർ എടുത്ത് പറയുമ്പോൾ നമ്മള് എന്താ ആ ടൈം പീരീഡ് കറക്റ്റ് ആയിട്ട് എക്സാക്ട്ലി എത്രയാന്ന് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ 4 യൂസ് ചെയ്യും. സോ ഇവിടെ അങ്ങനെ പറയാത്തോണ്ട് സിൻസ് യൂസ് ചെയ്തു. അപ്പൊ ഈ സെന്റൻസിൽ നമ്മൾ സിൻസ് വെച്ച് പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യാം? അതായത് ഒരു ആക്ഷൻ അതൊരു എന്താ ഒരു പോയിന്റിൽ അത് സ്റ്റാർട്ട് ചെയ്തു പാസ്റ്റിൽ, അതായത് ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, ആൻഡ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ ഒരു ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്, അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടെന്ന് സാരം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഐ ഹാവ് നോൺ, അതായത് V3 ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം, ഹാസ് ഓർ ഹാവ് ആഡ് ചെയ്തിട്ട് പറയാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ. ഓക്കെ, ഇതാണ് വേറൊരെണ്ണം. ഇനി ഒരു യൂസും കൂടി പറയാനുള്ളത്, ടു ടോക്ക് അബൌട്ട് ചേഞ്ചസ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചൊരു എന്താ പറയാ സമയം എടുത്ത് നമുക്ക് വല്ലാത്തൊരു ചേഞ്ച് ഫീൽ ചെയ്യും ഇല്ലേ. അതായത് നമ്മൾ എപ്പോഴും പറയാ, ഞാൻ നിന്നെ ലാസ്റ്റ് കണ്ടതിനേക്കാൾ ഒരുപാട് നീ മാറിപ്പോയി, അല്ലെങ്കിൽ ചിലർ ഒരു വണ്ണം വെച്ചു അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാവുന്നുള്ളൂ. യു ഹാവ് ഗ്രോൺ സിൻസ് ദ ലാസ്റ്റ് ടൈം ഐ സോ യു. ഓക്കെ, ഞാൻ ലാസ്റ്റ് ടൈം നിന്നെ കണ്ടതിനേക്കാളും നീ ഒന്ന് കുറച്ചും കൂടി ഒന്ന് വളർന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതേപോലെ മൈ ഇംഗ്ലീഷ് ഹാസ് റിയലി ഇംപ്രൂവ്ഡ് സിൻസ് ഐ മൂവ്ഡ് ടു ഓസ്ട്രേലിയ. ഞാൻ ഓസ്ട്രേലിയക്ക് മൂവ് ആയതിനു ശേഷം, അവിടെ പോയി താമസാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ മാറിയതിനു ശേഷം മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? എന്റെ ഇംഗ്ലീഷ് നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ മൈ ഇംഗ്ലീഷ് ഹാസ് റിയലി ഇംപ്രൂവ്ഡ്, ഹാസ് ഇംപ്രൂവ്ഡ്, ഓക്കെ, സിൻസ് ഐ മൂവ് ടു ഓസ്ട്രേലിയ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആ വന്നൊരു ചേഞ്ചിനെ കാണിക്കുകയാണ്. ഓക്കെ, ആ ഓസ്ട്രേലിയക്ക് മാറി അവിടെ നിന്ന് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിന് ശേഷം ഒരു ചേഞ്ച് നമുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കാണിക്കാനായിട്ട് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാണ്. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്തിട്ട് V3 ഫോം വേണം യൂസ് ചെയ്യാൻ, വെർബിന്റെ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യുക.
ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ പ്രസന്റ് ടെൻസിൽ വരുന്ന ലാസ്റ്റ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്താണ്, ഞാൻ ഫോണിൽ യൂസ് ചെയ്യുന്നോണ്ടാട്ടോ, എനിക്ക് ഇടയ്ക്ക് ബാക്ക് അടിച്ചിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എടുക്കുകയാണ് നമ്മൾ കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ അതില് നമ്മൾ അതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ റീസെന്റ് പാസ്റ്റ്. ഓക്കെ, തൊട്ടടുത്ത ഒരു പാസ്റ്റിൽ നടന്നൊരു സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ ആണ്. ആൻഡ് ഈ സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസന്റ്. അതായത് ഓൾറെഡി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് എന്താ സ്റ്റാർട്ട് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പാസ്റ്റില് റീസെന്റ് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗോയിങ് ഓൺ ആണ്. പക്ഷെ ഇപ്പോഴും ഈ പ്രസന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ആക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു, ഒരു ആക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ടായി, ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ആയി, തൊട്ട് മുമ്പ് അത് സ്റ്റോപ്പ് ആയി, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തു, അത് സ്റ്റോപ്പ് ആയെങ്കിലും അതിന്റെ ഒരു ഇഫക്റ്റ് നമുക്ക് പ്രസന്റിലും തോന്നുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്ത ആക്ഷൻ സ്റ്റോപ്പ് ആവുകയല്ല, എന്താണ്, ചില സമയങ്ങളിൽ സ്റ്റോപ്പ് ആയി നമുക്ക് പറയാം, പക്ഷെ അതെങ്ങനെയായിരിക്കും, ഒരുപാട് സമയം ഇങ്ങനെ എന്താ കണ്ടിന്യൂ ചെയ്ത് പോയതിനു ശേഷമായിരിക്കും, പ്രസന്റിലും കണ്ടിന്യൂ ചെയ്ത് പോയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ നിൽക്കുക, ചിലപ്പോൾ അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, നടന്നുകൊണ്ടിരിക്കുകയുമായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞു പ്രോഗ്രഷനെ കാണിക്കുന്നുണ്ട്, അത് പ്രോഗ്രസീവ് ടെൻസ് നമ്മൾ പറയാറുണ്ട്. പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസിന്. അപ്പൊ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് നമുക്ക് എന്ത് വിളിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ്. ആ കണ്ടിന്യൂഷന് പകരം കണ്ടിന്യൂസ് എന്നുള്ളതിനെ മാറ്റിയിട്ട് പ്രോഗ്രസീവ് നമുക്ക് ആക്കാം. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം, ബിക്കോസ് ദി ആക്ഷൻ പ്രോഗ്രസസ് ഫ്രം ദ പാസ്റ്റ് ടു ദ പ്രസന്റ്. അതുകൊണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹൗ ലോങ് ഹാവ് യു ബീൻ പ്ലേയിങ് ഇൻ ദ റെയിൻ എന്ന് ചോദിക്കാം. അതായത് അതിന്റെ അർത്ഥം അറിയാലോ, ഹൗ ലോങ് എന്ന് വെച്ചാൽ നീ എത്ര നേരമായിട്ട് എന്താണ് മഴയത്ത് കളിക്കുന്നുണ്ട് എന്ന് ചോദിക്കാം. അതായത് ഇത് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു മഴയത്ത് കളിക്കാന്നുള്ള ഒരു ആക്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലെ, പാസ്റ്റിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇപ്പോഴും പ്രസന്റിലും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളത് കണ്ടിട്ട് ചോദിക്കണം, ആഹാ നീ മഴയത്ത് കളിക്കാണല്ലേ, അപ്പൊ എത്ര നേരമായി നീ കളിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ചോദിക്കില്ലേ. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം എന്ത്, ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആഡ് ചെയ്യണം. ഓക്കെ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ ആഡ് ചെയ്താൽ മതി. ഇനി സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ ആഡ് ചെയ്യാം. സോ സബ്ജക്ട് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാൻ. കണ്ടിന്യൂഷനെ കാണിക്കുന്നുണ്ടല്ലോ, അപ്പൊ എപ്പോഴും ING ഫോം യൂസ് ചെയ്യാം. ഇവിടെ നേരത്തെ പഠിച്ചത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ആണ് പ്രസന്റ് പെർഫെക്റ്റ്. ഇവിടെ വരുമ്പോൾ ഹാസും ഹാവും വരും, കൂടെ തന്നെ V3 ഫോം അല്ല, ബീനും അതിന്റെ കൂടെ ING ഫോം ഓഫ് ദ വെർബും കൂടി ആഡ് ചെയ്ത് കയറി വരും. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിൻസും ഫോറും. ലൈക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഇൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓൾസോ വി യൂസ് for and since, okay, to indicate the time or the period of time. ഇവിടെയാണെന്നുണ്ടെങ്കിൽ they have been repairing this TV since morning എന്നാ പറഞ്ഞിട്ടുള്ളത്. അതായത് അവര് ഈ TV എത്ര നേരം കൊണ്ട് നന്നാക്കുന്നു, മോർണിംഗ് തൊട്ട്, രാവിലെ മുതല്, സിൻസ് മോർണിംഗ് മുതൽ എന്ന് കാണിക്കാനാണ്, രാവിലെ മുതൽ ഈ TV നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള. ഇപ്പോഴും അത് നിന്നിട്ടില്ല. ഓക്കെ, രാവിലെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഇപ്പോഴും അത് റിപ്പയർ ആയിട്ടില്ല കറക്റ്റ് ആയിട്ട്, ഇപ്പോഴും അത് ആ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദേ ഹാവ് ബീൻ, ദേ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നു. പിന്നെ റിപ്പയർ എന്നുള്ള വെർബിന്റെ കൂടെ ING ആഡ് ചെയ്ത് റിപ്പയറിംഗ് ദിസ് TV then since morning. അതേപോലെ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. ഇവിടെ എന്താണ് ഫോർ യൂസ് ചെയ്യാൻ കാരണം,
2 hours എന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് ആ ടൈം പീരീഡ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് 4 യൂസ് ചെയ്യുന്നത്. സോ വി ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ബീൻ. വി ഹാവ് ബീൻ വെയിറ്റ് പ്ലസ് ing വെയിറ്റിംഗ്. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് 2 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് എന്താ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുമിച്ച് പുറത്തു പോവാന്ന് പറഞ്ഞു, ഫ്രണ്ട്സ് പുറത്ത് വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ കുറച്ച് ലേറ്റ് ആയി അവിടെ എത്തിയപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ അവർ പറയാണ് 2 മണിക്കൂറായിട്ട് നിങ്ങൾ ഇവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു യൂസ്. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് നമുക്ക് ഈ പ്രസന്റിൽ കാണാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ആം വെരി ടയർഡ്, ഐ ഹാവ് ബീൻ ഡാൻസിങ്. ഓക്കെ, അതായത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ചിലപ്പോൾ മണിക്കൂറുകളായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഈ ഡാൻസ് പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നുണ്ടാവും. അപ്പൊ ആ ആക്ഷൻ കഴിഞ്ഞു, അവിടെ ഒരു 4 മണിയായപ്പോ ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് തോന്നും, നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും അല്ലെ, ഭയങ്കരമായിട്ട് എന്താ ഫറ്റീഗ് ആയിരിക്കും, അതായത് ഭയങ്കരമായിട്ട് തളർന്ന് ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് പറയും, ഇപ്പൊ ഞാൻ ടയേർഡ് ആണ് എന്നുള്ളത്, ഐ ആം വെരി ടയേർഡ് എന്നുള്ളത് നമ്മൾ എന്താണ് പ്രസന്റ് ടെൻസിൽ പറയാണ്. അതിനുശേഷം പറയാണ് എന്ത്, അതിന്റെ റീസൺ എടുത്ത് പറയുമ്പോൾ എന്തായിരുന്നു കാരണം, ഐ ഹാവ് ബീൻ ഡാൻസിങ്, ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുക. അതേപോലെ മേഘ ഈസ് ഓൾ വെറ്റ് ആസ് ഷീ ഹാസ് ബീൻ സ്വിമ്മിങ്. അപ്പൊ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ആക്ഷൻ കുറച്ചധികം നേരത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഓട്ടോമാറ്റിക്കലി കുറെ നേരം എന്താ സ്വിം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് വെറ്റായി, അത് പ്രസന്റ് ടെൻസ് ആണ്. മേഘ ഈസ് ഓൾ വെറ്റ്, അത് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണം എന്നുള്ളത് എന്താണ്, ആ ആക്ഷൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് യൂസ് ചെയ്യുക. അപ്പൊ ഷീ ഹാസ് ബീൻ സ്വിമ്മിങ് എന്ന് ആ ഒരു കാരണം നമ്മൾ ടെൻസിൽ, ആക്ഷൻ നമ്മൾ ആ ടെൻസിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇപ്പം പ്രസന്റ് ടെൻസ് കഴിഞ്ഞല്ലോ. അപ്പൊ പ്രസന്റ് ടെൻസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 ക്വസ്റ്റ്യൻസ് വേഗം തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പാസ്റ്റിലേക്ക് പോകാം, അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PSC ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, PSC ഇതിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ടെൻസ് ഫോംസ് എന്തായാലും പഠിച്ചു വെക്കണം, കാരണം നമുക്ക് എന്തെടുത്താലും മെയിൻ ആയിട്ട് വേണ്ടി വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കാം നന്നായിട്ട്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതണം. അത് എഴുതിയതിന് ശേഷം അതിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹി ഡാഷ്, ഒന്ന് എഴുതിക്കോളൂ കേട്ടോ ഞാൻ പറയുമ്പോ. ഹി ഡാഷ് TEA every morning. He dash tea every morning. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇങ്ങനെ പലതും തന്നിട്ടുണ്ടാവും. അപ്പൊ അതില് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കാം, കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ഡ്രിങ്ക്സ്, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഈസ് ഡ്രിങ്കിങ്. ആ കറക്റ്റ് ആണ് കേട്ടോ, ഡ്രിങ്ക്സ് ആണ്. ഹി ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, റെഗുലർലി നമ്മൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട്. ഓക്കെ, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. രാഹുൽ
usually dash newspaper in the morning. Options: read, has read, reads, reading. Correct ആണ്. reads ആണ് വരിക. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് she is dash exam now. She is dash exam now. Writes, writing, written. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞതൊക്കെ സിമ്പിൾ ആണ്. she is dash exam now. ഈസ് ആണ് തന്നിട്ടുണ്ട്. അപ്പം writes, writing, written. is writing. she is writing exam now. കറക്റ്റ് ആണ് കേട്ടോ. ഇനി വേറെ ഒരെണ്ണം. I dash ഇതിൽ നമ്മള് ഈ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ് എന്നുള്ള ഇത് നിങ്ങൾക്ക് അറിയാലോ. റീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? റെഡ് ആണ് അല്ലേ? റീഡ്, റെഡ്. അപ്പം ഈ റെഡ് എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോ ഞാൻ ഈ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും മനസ്സിലാക്കാനായിട്ട്. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങൾ വായിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് റീഡ് ആണോ റെഡ് ആണോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വായിക്കുമ്പോൾ ഐ ഡാഷ് റെഡ് ചെമ്മീൻ, ഐ ഡാഷ് റെഡ് ചെമ്മീൻ. അവിടെ ഞാൻ ഓപ്ഷൻസ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ഫില്ലാക്കും. അവിടെ ഓപ്ഷൻസിന്റെ ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാലോ. ഐ ഡാഷ് റെഡ് ചെമ്മീൻ. ചെമ്മീൻ എന്ന് പറഞ്ഞ ആ ബുക്കിന്റെ ഇതാണ്, പേരാണ്, നോവല്. കറക്റ്റ് ആണ്. ഹാവ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We dash each other for 5 years. We dash each other for 5 years. No, knew, knows, have known. ശ്രദ്ധിക്കുക. We dash each other for 5 years ഉണ്ട് കേട്ടോ. For 5 years. അപ്പൊ no, knew, knows, have known. ഇടയ്ക്ക് നോ കണ്ടു, അത് തെറ്റിയ കറക്റ്റ് ആൻസർ പിന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഐ ഹാവ് നോൺ, KNOWN, ഐ ഹാവ് നോൺ. ഇതാണ് കറക്റ്റ് ആണ് കേട്ടോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ദേ ഡാഷ് ദ സെയിം മിസ്റ്റേക്ക് 4 times this month. They dash the same mistake 4 times this month. Made, have made, had made, are making. They dash the same mistake 4 times this month. Made, have made, had made, are making. കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ ആൻസർ ഹാവ് മെയ്ഡ് ആണ് കേട്ടോ. ഹാവ് മെയ്ഡ് ആണ്. കാരണം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ? ദേ ഹാവ് മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക് 4 times ദിസ് മന്ത് അല്ലെ? ഈ മാസം എന്താണ് സെയിം മിസ്റ്റേക്ക് ഒരു 4 times ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്താ പാസ്റ്റില് മിസ്റ്റേക്കുകൾ നടത്തുന്നുണ്ട്, പക്ഷെ അത് ഇപ്പോഴും അതിന്റെ ഒരു ഇഫക്റ്റ് ഇല്ലേ അവിടെ? ഇത് പാസ്റ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഈ മിസ്റ്റേക്ക് നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പ്രസന്റ് ടെൻസിലും ഇപ്പോഴും പറയുന്നുണ്ട്. ദിസ് മന്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിന്റെ ആ ഒരു ഇതുണ്ട്. ഓക്കെ, ഈ മന്ത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയി കാണണമെന്നില്ല. അപ്പൊ പാസ്റ്റ് ടെൻസിനും പ്രസന്റ് ടെൻസിനും ഇടയില് എന്താ ചിലപ്പോ ഇന്ന ടൈമിൽ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടാവില്ല. പക്ഷെ എന്താണ് അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക്
നടന്നും കഴിയും, പിന്നെ നടന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട്. ഓക്കെ, അപ്പൊ പാസ്റ്റിനും പ്രസന്റിനും ഇടയിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ആക്ഷൻ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പം ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഇനി നമ്മള് അടുത്തത് എടുക്കാൻ പോകുന്ന പാസ്റ്റ് ടെൻസിലേക്ക് വരാം. ഓക്കെ, പാസ്റ്റ് ടെൻസിലേക്ക് വരാം. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ നമുക്ക് ഈ V1, V2, V3 ഫോംസ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എന്താ പറയാ, നമുക്ക് ഇങ്ങനെ എല്ലാ V2, V3 ഫോംസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പറയാം. പിന്നെ ഈ നോട്ട്സിന്റെ കൂടെ ഞാൻ കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്കൊന്ന് ജനറൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതല്ലാതെ ബാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയാത്തത് എന്ന് തോന്നുന്നത് ഒന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മള് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എടുക്കാണ് അല്ലെ. സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ചറിയാലോ, വളരെ എളുപ്പമാണ് അല്ലെ. ഒരു ആക്ഷൻ അതെന്താണ്, ആ പാസ്റ്റില് ഒരു ടൈമിൽ അത് കംപ്ലീറ്റഡ് ആയിട്ട് കഴിഞ്ഞു, അതിന് ഇപ്പോഴൊന്നും ഒരു ഇഫക്റ്റും ഇല്ല, ഒന്നുമില്ല, നടന്നു, അതങ്ങ് നടന്നു പോയി. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് സബ്ജക്ട് പ്ലസ് V1 ആയിരുന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്തായിരിക്കും? സബ്ജക്ട് പ്ലസ് V2 ആയിരിക്കും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. സബ്ജക്ട് പ്ലസ് V2 ഫോം. ഓക്കെ, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു 2 എക്സാമ്പിൾസ് ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. റാം അറൈവ്ഡ് ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എത്തി, റീച്ച്ഡ്, അറൈവ്ഡ്, അത് അറൈവിന്റെ പാസ്റ്റ് ടെൻസ് ഇട്ടു. അതേപോലെ ഷി കോൾഡ് മീ യെസ്റ്റർഡേ. കോൾ ചെയ്യുന്നതിന്റെ പാസ്റ്റ് ടെൻസ് കോൾഡ്, ഇന്നലെ എന്നെ വിളിച്ചു എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് വരിക. ഇനി ചില കേസുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ യൂസ്ഡ് ടു വെച്ചിട്ട് സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടായില്ലേ? യൂസ്ഡ് ടു. അപ്പൊ അങ്ങനത്തെ ഈ ഹാബിറ്റ്സും എന്താ റിപ്പീറ്റഡ് ആക്ഷൻസും പാസ്റ്റില് ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് ചിന്തിക്കരുത്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞല്ലോ, ഹാബിറ്റ്സ് വരുമ്പോൾ, റിപ്പീറ്റഡ് ആക്ഷൻസ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ്, അത് പ്രസന്റിൽ റെഗുലർ ആയിട്ട് ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ്. പക്ഷെ പാസ്റ്റിൽ ഇത് യൂസ്ഡ് ടു ആണ്, അതായത് പാസ്റ്റിൽ അങ്ങനെ ചെയ്യുമായിരുന്നു, പാസ്റ്റിൽ അതൊരു ഹാബിറ്റ് ആയിരുന്നു. അപ്പൊ പാസ്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ പാസ്റ്റ് കഴിഞ്ഞു പോയത് എന്നുള്ള, കഴിഞ്ഞ ദിവസങ്ങൾ എന്നുള്ള ഓർമ്മയിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഇവിടെ ആ ഹാബിറ്റ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസ് പാസ്റ്റിൽ നടന്നിട്ടുള്ളതാണ്, അത് യൂസ്ഡ് ടു ആണ്, അതായത് അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല, ഇനി ഭാവിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടാവായിരിക്കും. പക്ഷെ ഇപ്പൊ എന്താണ്, ഇത് ആ കഴിഞ്ഞ കാലത്തില് ആ ഒരു ടൈം പീരീഡിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഹാബിറ്റ്സിനെയോ റിപ്പീറ്റഡ് ആക്ഷൻസിനെയോ പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വി യൂഷ്വലി സ്പെൻഡ് ദ വിന്റർ ഇൻ പാരീസ് എന്ന് പറയാം. ഇതിന്റെ അർത്ഥം എന്താ? ഈ സ്പെൻഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് അല്ലെ. അപ്പൊ പാസ്റ്റ് ടെൻസ് കാണുമ്പോൾ തന്നെ, സിമ്പിൾ പാസ്റ്റ് കിടക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇത് പാസ്റ്റ് ടെൻസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ ആണ്. അതുകൊണ്ടാണ് വി യൂഷ്വലി സ്പെൻഡ്, ഞങ്ങള് സാധാരണ എന്ത് ചെയ്യാറുണ്ട്, വിന്റർ ടൈം എന്താണ്, പാരീസിൽ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് എടുക്കാണ്. അപ്പൊ ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ പഠിക്കാൻ നേരത്ത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചറോടെയും വെച്ചൊന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിരുന്നു? സബ്ജക്റ്റിന് ശേഷം നമ്മൾ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ആഡ് ചെയ്തിട്ട് ING ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ കഴിഞ്ഞു പോയ കാലത്തെ കണ്ടിന്യൂഷനെ കാണിക്കുന്നതാ ഒരു പെർട്ടിക്കുലർ ടൈമില്. അപ്പൊ നമ്മള് ആമീസാറിന് പകരം അതിന്റെ പാസ്റ്റ് ടെൻസ് എടുക്കുക. ആമിന്റെയും അതേപോലെ ഈസിന്റെയും പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്താണ്? വാസ് ആണ്. അതേപോലെ ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത്? വേർ എന്ന് പറയാം. ഓക്കെ, സോ സബ്ജക്റ്റിന് ശേഷം നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ യൂസ് ചെയ്യണം. അതിന്റെ കൂടെ എന്ത് ചെയ്യാം? പ്രസന്റ് കണ്ടിന്യൂസിൽ ചെയ്ത പോലെ തന്നെ ആ കണ്ടിന്യൂഷനെ കാണിക്കാനായിട്ട് ING ഫോം ഓഫ് ദ വെർബ് നമ്മൾ യൂസ് ചെയ്യും.
അപ്പൊ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് മറക്കരുത് പ്രോഗ്രസീവ് ടെൻസ്, പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞ പോലെ തന്നെ. ഇതിന്റെ യൂസ് ഇതേപോലെ തന്നെ സിമ്പിൾ ആണ്. ഈ കഴിഞ്ഞു പോയ ഒരു കാര്യമായിരിക്കും കഴിഞ്ഞ പാസ്റ്റില് എന്താ ഒരു പെർട്ടിക്കുലർ ടൈമില്, ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ പ്രസന്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ആക്ഷൻ ജസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് നേരെ പാസ്റ്റിലേക്ക് ചിന്തിക്കാം. പാസ്റ്റില് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ആക്ഷൻ എന്താ നടക്കുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെറിയ ടൈം പീരീഡിൽ അത് നടക്കുന്നുണ്ടായിരുന്നു. സ്പെസിഫിക് ടൈമിൽ പാസ്റ്റില് ആ ഒരു ആക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ സിമ്പിൾ ആയുള്ള ഒരു ടൈം ഒന്നും മെൻഷൻ ചെയ്യാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ സെന്റൻസ് ഫോം ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെലിൻ വാസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടു ഹെർ മദർ. മദർ ഇവിടെ ഇല്ല, അബ്രോഡ് ആണ്, അപ്പൊ നമ്മൾ ലെറ്റർ ഒക്കെ എഴുതി എന്നുള്ള രീതിയിൽ. ഇപ്പൊ ലെറ്റർ ഒന്നും ആവശ്യമില്ല, എന്നാലൊരു സെന്റൻസ് ഫോം ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ സെലിൻ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് എഴുതുകയാണെങ്കിൽ സെലിൻ ആണ് ഇവിടെ സബ്ജക്ട്. അത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നു. റൈറ്റ് എന്നുള്ളതാണ് വെർബ്, അതിന്റെ കൂടെ ING ആഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂവേഷൻ കിട്ടും. അപ്പൊ റൈറ്റിംഗ് എന്ന്, എന്നിട്ട് ഒബ്ജക്റ്റ് ആഡ് ചെയ്യുക, എ ലെറ്റർ. ഓക്കെ, ഇനി ചിലപ്പോ ഒരു എന്താ പറയാ, നമ്മള് ജസ്റ്റ് ആ റൂമിലേക്ക് എൻ്റർ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, ഷീ വാസ് സിംഗിങ് വെൻ ഐ എൻറ്റേർഡ് ദ റൂം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ആ റൂമിൽ ചെന്നപ്പം അവിടെ ആ ഒരു വ്യക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സിംഗിങ്, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ജസ്റ്റ് ആ മൊമെന്റിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അവിടെ നടന്നുകൊണ്ടിരുന്ന ആ ഒരു ആക്ഷനെ കാണിച്ചപ്പോൾ ഷീ വാസ് സിംഗിങ് വെൻ ഐ എൻറ്റേർഡ് ദ റൂം, ഞാൻ റൂമിൽ എൻ്റർ ചെയ്തപ്പോൾ, എല്ലാം പാസ്റ്റ് ആണ്. ഓക്കെ, അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പ്രസന്റ് ടെൻസുകളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസ് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഈ പ്രസന്റ് ടെൻസിൽ ഈ ടെൻസുകൾക്കൊക്കെ എന്ത് യൂസ് ഉണ്ടെന്നാണോ പറഞ്ഞത്, അതേ തന്നെ ഈ പ്രസന്റ് ഒരിക്കൽ പാസ്റ്റ് ആയി പോവുമല്ലോ. ഇപ്പൊ എന്നുള്ളത് ഇനിയിപ്പോ നാളെ ആവുമ്പോൾ ഇന്ന് എന്താണ്, പാസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ ഇന്നലെ എന്നുള്ളത് പാസ്റ്റ് ആണ്, ഇന്ന് പ്രസന്റ്. അതേപോലെ നാളെ ആവുമ്പോ എന്താണ്, ഇന്ന് പാസ്റ്റ് ആണ്. അതേപോലെ പ്രസന്റ് ടെൻസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ, ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ പാസ്റ്റ് ആക്കി ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്ന പീരീഡിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പം ആ പാസ്റ്റില് ഒരു ടൈം പീരീഡിൽ നടന്നു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ, സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലെ. എന്നിട്ട് V3 ഫോം ഓഫ് ദ വെർബ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഈ V3 ഫോം എന്നുള്ളത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നുള്ളത് ഒരുപാട് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നേരെ പോയിട്ട് ED എന്നുള്ളത് ആഡ് ചെയ്ത് വെക്കും. ഇപ്പൊ നമുക്ക് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ചില വെർബ്സ് എന്താണ്, ED ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. ചിലതിന് ED ആഡ് ചെയ്യാതെ തന്നെ അത് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിക്കായിരിക്കും അതിന്റെ വെർബ് ഫോം ചെയ്യാം. അപ്പം നമ്മള് ഇപ്പൊ 3 മണി ആയ സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പോ കുറെ പേരൊക്കെ ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ടൈം വെച്ചിട്ടായിരിക്കും, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് റിവിഷൻ ആയിട്ട് കാണാം കേട്ടോ. കാരണം ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കയറിയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ എന്തായാലും ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. അപ്പൊ കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്തിട്ട് ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് ഫില്ലപ്പ് പോലെ നിങ്ങൾക്ക് നോട്ട്സിന്റെ കൂടെ അയക്കും കേട്ടോ. അപ്പൊ അത് അവർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്ത് നോക്കുക. പിന്നെ ഈ നോട്ട്സും കാണും കൂടെ. V1, V2, V3 ഫോംസ് കുറച്ച് ഇതേപോലെ സെൻഡ് ചെയ്ത് തരാം. ഇപ്പൊ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തുന്ന വേർഡ്സ് പോലെയുള്ളത് ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇത്രയും എടുത്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ക്ലാസ് തീരാറാവുമ്പോൾ ഇതേപോലെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, then bye.